നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഡിലൻ ചായക്കടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നേന്ത്രപ്പഴവും അതുപോലെ കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 4 നേന്ത്രപ്പഴമാണ് എടുത്തത്. ഇതിലേക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. പഴം ഞാനിപ്പോൾ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നീളത്തിൽ ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ നൈസായിട്ട് കട്ട് ചെയ്യണമെന്നില്ല, ഒരു പഴത്തിന് ഒരു 4-5 പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാ പഴവും ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പഴമൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മുടെ കയ്യിൽ നെയ്യില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇനി ഈ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കുക. അണ്ടിപ്പരിപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 15 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കേണ്ടത്. അണ്ടിപ്പരിപ്പ് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. ഉണക്കമുന്തിരി ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. ഇനി ഇതും കൂടെ കൂട്ടി ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. ഉണക്കമുന്തിരി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് നമുക്കിതിലേക്ക് ഒരു 1.25 to 1.5 കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നമ്മൾ ഒരുപാട് സമയമായിട്ട് വറുത്ത് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് സോഫ്റ്റായിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടേണ്ടത്. പിന്നെ ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് ഇതിൽ നന്നായിട്ട് മെൽറ്റായി കിട്ടുന്നവരെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത്ര ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തേങ്ങ വറുത്തത് ഇത്രയും ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. തേങ്ങ നമ്മൾ പാനിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ പാനിൻ്റെ ചൂടുകൊണ്ട് അതൊന്നുകൂടെ ഒന്ന് കളർ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലെടുത്ത് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇനി 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ഇതുപോലെ 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഫോർക്കോ സ്പൂണോ അതല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതും മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ പാനിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് എല്ലായിടത്തും ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഈ മുട്ടയുടെ മിക്സാണ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ മുട്ടയുടെ മിക്സ് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടത്. അടിഭാഗത്ത് നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ പാനിൻ്റെ അടിഭാഗം മുട്ടയുടെ മിക്സ് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പഴം എല്ലായിടത്തും ഫില്ല് ചെയ്ത് തന്നെ വെച്ച് കൊടുക്കണം. ഒരു ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് തന്നെ വെച്ച് കൊടുക്കണം. ഗ്യാപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പീസ് പഴം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ മുട്ടയുടെ മിക്സ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മിക്സ് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുള്ളൂ. പഴം വേറിട്ട് പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മളിത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഫില്ലിങ്ങിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മളെടുക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മളിതിലേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ചെറിയ പാനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3 ലെയറൊക്കെ ചെയ്യാനുണ്ടാവും. അത്യാവശ്യം വലിയ പാനാണെങ്കിൽ 2 ലെയർ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫില്ലിങ്ങിൻ്റെ പകുതി ഭാഗം ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക. ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാനിവിടെ രണ്ടാമത്തെ ലെയർ പഴം ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ മുട്ടയുടെ മിക്സാണ് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടത്. മുട്ടയുടെ മിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. പഴം പരസ്പരം ഒട്ടിപ്പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുട്ടയുടെ മിക്സ് എല്ലായിടത്തും ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ബാക്കിയുള്ള ഫില്ലിങ് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി നമുക്കിതിൻ്റെ മേലെ ബാക്കിയുള്ള പഴമൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ പാനിൻ്റെ വലുപ്പമൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ പഴം തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പഴം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വലിയ പാനാണെന്നുണ്ടെങ്കിൽ ഒരു പഴവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എല്ലായിടത്തും ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് തന്നെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് അവസാനമായിട്ട് ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന മുട്ടയുടെ മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ബാക്കി വരുന്ന മുട്ടയുടെ മിക്സ് ഇതുപോലെ എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലെ മുട്ടയുടെ മിക്സ് ബാക്കി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു മുട്ടയും കൂടെ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കൊരു പഴയ തവ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 2 മിനിറ്റോളം തവ ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ മേലെ ഈ സ്നാക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. തവ ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുക. പിന്നെ ഇനി സ്നാക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മളിതിൽ മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ പാൻ്റെ വലുപ്പത്തിനനുസരിച്ചും ഫ്ലെയിം അനുസരിച്ചും കുക്കിങ്ങിൻ്റെ സമയത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡി ആയിട്ടില്ല. ഇപ്പോൾ ഇത് എല്ലായിടത്തും നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ വിട്ട് വരുന്നുണ്ട്. ഇനി വിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഇവിടെ 20 മിനിറ്റാണ് ആയത്. അപ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചും പാനിൻ്റെ വലുപ്പം അനുസരിച്ചും കുക്കിങ്ങിൻ്റെ ടൈമിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ സ്നാക്കിനെ ഇതുപോലെ ഒന്ന് തിരിച്ചിടാം. ഇനി നമുക്ക് നെയ്യ് തടവി വെച്ച പാനിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോഴാണ് നമുക്ക് അടുത്ത ഭാഗം കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് തടവിയ പാനിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് 2 സൈഡും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്